ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കുവാണല്ലേ. അപ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ സീസണിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് മുടി കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ പൊട്ടി പോവുക, മുടി ചകിരി പോലെ ആയിരിക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ വളരെ തിക്കായിട്ടുള്ള പാക്കൊക്കെ ഇടുമ്പോൾ മുടിക്കത് ഡാമേജ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്നായിട്ട് നൈസായിട്ടുള്ള പാക്കുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈസി മെത്തേഡിൽ നമുക്ക് ഹെയറിൻ്റെ ബ്രേക്കേജ് പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനും കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി തിക്കായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ പാക്കാണ് ഇത്. ഞാനത് തലേദിവസം കുതിർത്ത ഒരു ഉലുവയാണ് കേട്ടോ, 2 ടീസ്പൂൺ ഉലുവ. നമ്മൾ ഇന്ന് രാവിലെ ഇടുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇടാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുക, എന്നിട്ട് ആറാൻ വെക്കുക കേട്ടോ. ഒരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിച്ച് ആറാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ജെല്ലിങ്ങനെ ഉള്ളിൽ നിന്ന് വരും. ഇത് മിക്സിയിൽ അരയ്ക്കുകയെ അതുപോലെ തന്നെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഉടച്ചെടുക്കുമ്പോൾ അതൊരു കൊഴുത്ത ഒരു പരുവത്തിലോട്ട് മാറും. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിന് ജെല്ല് കിട്ടുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കോട്ടൻ്റെ ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഈ ജെല്ലൊന്ന് നന്നായിട്ട് കൈവച്ചൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിന് ജെല്ല് കിട്ടും. അപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. വളരെ സിമ്പിളായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ മുടി ഡ്രൈ ആവുക ഈ കാറ്റ് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിലോട്ടൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കാട്ടോ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ തിന്നായി പോകുന്ന അവസ്ഥ, അതുപോലെ ചകിരിയായി പോകുന്ന അവസ്ഥ, അതൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മിസ് ചെയ്യരുത് കേട്ടോ അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടേ. അതായത് നിർബന്ധമായിട്ടും എല്ലാ ഹെയർ കെയറിലും നിങ്ങൾക്ക് സംശയം കൂടാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഈ ഇവിയോൻ്റെ 400 mgയുടെ ഈ ടാബ്ലറ്റ് കേട്ടോ. ഒരു ടാബ്ലറ്റ് എടുത്താൽ മതിയാവേ. ഇനി നമുക്ക് ഡീടാങ്കിൾ ചെയ്തിട്ട് കുറച്ച് ഈ സമയത്ത് ഇത്തിരി കാറ്റൊക്കെ ഉള്ള കാരണം കുറച്ച് എണ്ണ തൊട്ട് പുരട്ടുന്നത് നല്ലതാണ്. എൻ്റെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും അത്യാവശ്യം ഇപ്പോൾ എണ്ണ ചെറുതായിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. എണ്ണയിൽ കുളിപ്പിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് പുരട്ടിയാൽ മതി, വല്ലാണ്ട് എണ്ണ വേണ്ട കേട്ടോ. ചെറുതായിട്ടൊരു എണ്ണമായി ഉണ്ടായാൽ മതി. ഇങ്ങനെ പാറി പറന്ന് ഇരിക്കുന്ന മുടിയാണെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ വാട്ടറി ആയിട്ടുള്ളൊരു പാക്ക്, ശരിക്കും പാക്ക് എന്ന് പറയണേക്കാട്ടും കൂടുതൽ നല്ല എനിക്ക് തോന്നുന്നു ടോണർ, ഹെയർ ടോണറൊക്കെ പോലെയാണ്. അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ആക്കി വയ്ക്കുക കേട്ടോ. ഇത് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം പാക്കുകളും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉലുവയാകുമ്പോൾ നമുക്കൊരു ഡബ്ബയിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് രാവിലെ എടുത്ത് വെള്ളം മിക്സിയിലടിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സംഭവം ഈ വാട്ടർ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൊണ്ട് ഒരാഴ്ചയിലും കൂടുതൽ വെക്കേണ്ട, ഒരാഴ്ച നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 3, അതായത് ഇന്നിട്ടിട്ട് ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തൊരു ദിവസം ഇടാം. അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന വളരെ സിമ്പിളല്ലേ. നമുക്ക് ഒട്ടും തന്നെ മെസ്സി ഒന്നല്ല, കുളിക്കണതിനും ഒരു അരമണിക്കൂർ മുന്നൊക്കെ നമുക്ക് സ്കാൽപ്പിലിട്ട് കുളിക്കാവുന്നതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഹെയറിലാക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ മുടിയുടെ തുമ്പ് ഇങ്ങനെ പൊട്ടിപ്പോവുക, മുടിയുടെ തുമ്പ് ഇങ്ങനെ പിളർന്നിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇത്, ഈ ഉലുവയുടെ ഈ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ തുമ്പ് വശം ഒന്ന് ആക്കി കൊടുക്കുന്നത് ഇപ്പോൾ മുടിയുടെ തുമ്പ് പൊട്ടാത്തവർക്കും ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാറ്റുകാലമൊക്കെ ആണല്ലോ. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്നതൊക്കെ കൂടി തലയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ കെട്ടി വെക്കുകയാണ്. തുമ്പത്ത് ആക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. സ്കാൽപ്പിലാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എടുത്ത് വെക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് വേറൊരു പാക്കൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കെട്ടി ഒരു 20 മിനിറ്റോളം മിനിമം വെക്കുക കേട്ടോ. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ.